ഹായ്, നമുക്ക് ജൈവ സ്ലറി എന്തായി നോക്കിയാലോ. നമ്മൾ 7 ദിവസം കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ജൈവ സ്ലറി നോക്കാമല്ലോ. ഇതിന് ശരിക്കും നമ്മളൊരു കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയാൻ വേണമെങ്കിൽ ചെടികൾക്ക്, പൂക്കളുള്ള ചെടികൾക്ക്, പച്ചക്കറികൾക്ക്, പഴവർഗ്ഗങ്ങൾക്ക് എല്ലാത്തിനും അടിപൊളിയായിട്ട് വളരാൻ ഈ ഒരു വളക്കൂട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ഉണ്ടാവേണ്ടതാണെന്നല്ല, മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയായി നമ്മുടെ ജൈവ സ്ലറി. ഇന്നൊക്കെ 7-ാം ദിവസമാണ്. കണ്ടോ, ഇനി ഞാൻ ഇളക്കിയിട്ടില്ല. ഉണ്ടോ, ഇത് നമ്മൾ ശർക്കര കുറച്ചുണ്ടായിരുന്നതിൻ്റെ കവർ ഇട്ടതാണ്. അപ്പോൾ അത് നമുക്ക് ഇനി വെള്ളം ഡൈലൂട്ട് ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് തന്നെ കണ്ട ഒരു പുഴു പോലും ഇല്ല. അതെന്താ പുഴു ഇല്ലാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ശർക്കര നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 ഇരട്ടി വെള്ളത്തോളം നമുക്ക് ചേർക്കണം. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എല്ലാ തരം ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ ഇടാൻ പറ്റും. ആ കൂട്ടത്തിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കണ്ടോ ഇതിൽ നോക്കിയേ, എല്ലാതും ഞാനിടും. ശീമക്കൊന്ന, ഓറഞ്ച്, പഴം. അപ്പോൾ എത്രയാണോ നമുക്ക് കിട്ടണേ അത്ര ഇത് ഇട്ട് വെച്ചാൽ ഇത് നമുക്ക് വളക്കൂട്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മുൻപത്തെ വീഡിയോകൾ കാണാത്തവർ കാണണം, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തേണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് 10 ഇരട്ടി മിനിമം വെള്ളം ഒഴിക്കണം. കാരണം അതത്രയും നമ്മൾ ചെടികൾക്ക് നല്ലൊരു വളമായതുകൊണ്ട് കൂടുതലായി കഴിഞ്ഞാൽ, വീര്യം കൂടി കഴിഞ്ഞാൽ ചെടികൾ ചീഞ്ഞു പോവും, അല്ലെങ്കിൽ ഫ്ലോപ്പായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്ര വെള്ളം മതി കേട്ടോ. അതായത് നമ്മുടെ കപ്പലണ്ടി ചെടി പൂട്ടുണ്ട് കണ്ട, പൂട്ടിട്ട് 2-4 ദിവസമായി. ഇത് മാറി മാറി വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം വളം കൊടുത്തത്. ഇനി വളമൊന്നും വേണ്ട, ഈ സ്ലറികൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയൊരു മണം ഈ സ്ലറിക്കുണ്ട്, പക്ഷെ വലിയൊരു അത്ര ഒരു ഫൗൾ സ്മെല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചെറിയൊരു മണം അത്രയല്ല. ഇത് നമ്മുടെ മുളക് കുരുടിപ്പൊക്കെ മാറി നിറച്ച് പൂട്ട് തുടങ്ങി. അവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് എല്ലാത്തിനും ഒഴിക്കാം. വെണ്ട, ചീര എല്ലാത്തിനും ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളർച്ചയുണ്ടാവും. പെട്ടെന്ന് ചെടികൾ വളരാനായിട്ട് സഹായിക്കും. മാത്രമല്ല പൂക്കളും കായ്കളൊക്കെ വരും. അതിനൊപ്പം വളർച്ചയാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ നല്ല ശക്തിയിൽ എന്ത് വളർന്നാലും എന്തുണ്ടാവും, പൂക്കാനും കായ്ക്കാനും അത് കാരണമാവും. ഉണ്ട്, നമ്മൾ രാവിലെ നടന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് നടുക എന്നുള്ളത്. അപ്പോൾ അതിനെ ഒഴിച്ചു കൊടുക്കാൻ കണ്ട, ഇതിനതേ കൂമ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് പിടിക്കാനുള്ള ശ്രമത്തിലായി തുടങ്ങി. ഞാനിങ്ങനെ തന്നെയാണ് എല്ലാ പഴവർഗ്ഗ ചെടികളും വളർത്താറ്. നമ്മുടെ പയർ ചെടി നോക്കിയേ, എല്ലാ കീടങ്ങളും പോയി കണ്ട. ഇനി നമുക്കിതിനെ പൂത്തുടങ്ങി, നന്നായി പൂത്തുടങ്ങി. ഈ കമ്പിൽ ഇതൊക്കെ പൂവല്ലേ. അപ്പോൾ ഇനി ഇത് ഈ സ്ലറി കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ ഇവരങ്ങോട്ട് ആർത്താർന്നർദ്ദിച്ചിട്ട് വരും. നമ്മുടെ വെള്ളരി കണ്ട നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനും ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കയ്പ നോക്കി എന്തൊരു ഭംഗിയിലാണ് നിൽക്കണേ. എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാം. ഈ വേപ്പിന് ഒഴിച്ചു കൊടുക്കാട്ടോ വേണമെങ്കിൽ. ഞാനിതിന് ഒഴിക്കാത്തത് ഇതല്ലാണ്ട് തന്നെ ശക്തിയുണ്ട്. തൈകൾ വേപ്പാണെങ്കിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പൂച്ചെടികൾക്ക് റോസിനൊക്കെ ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിലല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട ഒന്ന് ഇളക്കണം കേട്ടോ. അത് ഏത് മണ്ണിലൊഴിക്കലും വേണം, പക്ഷേ ചട്ടിയിലാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കട ഒന്ന് ഒഴിക്കണം. പിന്നെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. നല്ല ചൂടുള്ള നേരത്ത് ചെയ്യരുത് കേട്ടോ. കണ്ട് നമ്മളിത് മേടിച്ചിട്ട് ഇതേ അടുത്ത മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല ഉഷാറുള്ള ചെടികൾ തന്നെയായിരുന്നു. എൻ്റെ എല്ലാ ചെടികളൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അത് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ക്ലൈംബിങ് റോസാണ്. ഇതെന്ത് വരുവാമെന്ന് അറിയില്ല, നമുക്ക് ഉണ്ടായത് നമ്മൾ അറിയുള്ള പൂവ് ഉണ്ട്. അപ്പോൾ ഈ പൂച്ചെടികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഉണ്ട്, ഇനിയിപ്പോൾ ബൊഗേൻവില്ലയാണോ അതിന് ഒഴിച്ചു കൊടുക്കാം. ഏത് ഇതൊരൊറ്റ മരുന്ന് എന്ന് പറയില്ല, നമ്മൾ ഔഷധം ഒറ്റമൂലിയ എന്തെന്നൊക്കെ ഇതിന് പറയാം. അതായത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റണത് ആ ഒരു രീതിയിലുള്ളതാണ്. അപ്പോൾ അവസാനം നമ്മളിത് നമ്മുടെ പ്ലാവിനും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.